തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. പുതിയ പുതിയ പാട്ടും കഥയും ഒക്കെ ആയിട്ട് നമ്മുടെ ആര്യൻ കുട്ടൻ ഫേവറേറ്റ് റൗണ്ടിലെത്താണ്. വെൽക്കം ആര്യൻ ഓൺ സ്റ്റേജ്. എങ്ങോട്ടാ ഇവിടെ പോവാങ്ങ് എന്താ മക്കളെ നീ അങ്ങ് ചെറുതായി വന്നോണ്ടിരിക്കുകയാണ്. സുന്ദരം തന്നെ ആ ഇപ്പൊ ഒരു മുട്ടുസൂചിയുടെ അത്രയായി. അപ്പൊ മക്കളെ വിശേഷമൊക്കെ അറിഞ്ഞു. വിഷു കഴിഞ്ഞാലും പടക്കങ്ങൾ പൊട്ടിക്കും. ആണോ? എടാ നിന്റെ ഏട്ടൻ അടിപൊളിയാ. സ്റ്റീഫനങ്ങൾ ഇതേപോലെയാ. ഒരു ഓലപ്പടക്കം ഒരു ചെറിയൊരു സഞ്ചിയിൽ മാറ്റി വെക്കും. എന്നിട്ട് ഇടയ്ക്ക് ആരെങ്കിലും ഇല്ലാത്തപ്പോ പോയി കത്തിച്ച് പൊട്ടിക്കും. എന്റെ വീട്ടിലും ഇങ്ങനെയാട്ടോ. വിഷയം എന്താണ്ടാവെന്നറിയോ? കൊറേ കഴിയുമ്പോ ഇത് തണുക്കും, ഇത് പൊട്ടൂല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. എന്നിട്ട് ഇത് കത്തിട്ടേ ഷിക്കുന്ന ഉള്ളില് പോകും. പിന്നെ ടെൻഷൻ ഉണ്ട്, ഇത് എപ്പ പൊട്ടും. ഓൻ ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഒരു രാഗമാല കോർത്തു. ഒരു രാഗമാല കോർത്തു. ഒരു രാഗ അതെ, ധ്വനി. സിനിമ ധ്വനി. പിന്നെ മ്യൂസിക് നൗഷാദ് അലി സാർ. പിന്നെ ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ. പിന്നെ കൊല്ലം 1988. മീനാള് പോരട്ടെ. പിന്നെ പാടിയത് KJ യേശുദാസ്. ആരെയും കൊണ്ടാ നീ ഇന്ന് പൊരുക്കി ഈ പാട്ട്. അതിപ്പോ ഞങ്ങള് വെയിറ്റ് ചെയ്യണം. ഇന്ന് അവൻ പൊരിക്കാനുള്ള കാരണമുണ്ട്. എന്താ? ഈ ഡ്രസ് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ഇത് റിമി ചേച്ചി ഇത് റിമി ചേച്ചി വാങ്ങിക്കൊടുത്ത ഞാൻ ആ വാച്ചിന്റെ കൂടെ കൊടുത്താ. അല്ല എനിക്ക് സൈസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് ഞാനൊരു ഏകദേശം 5 വയസ്സ് 6 വയസ്സുള്ള പിള്ളേരുടെ വെച്ചിട്ട് ഈ ഓൺലൈനിലാണല്ലോ മേടിക്കുന്നത്. അയ്യോ എടാ ഇത് കറക്റ്റ്. എനിക്ക് അതാണ് തോന്നിയത്, ഇവൻ ആണിയെ പോലെ ആയിപ്പോയല്ലോ ഒന്ന്. ഞാനിതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞല്ല. അല്ല വളരെ ചുള്ളനായി പോയി. മീനു ഇതുപോലെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഘടാഘടിയന്മാരായ രണ്ടെണ്ണം ഇതുവരെയും ഒരു ലഡുവിന്റെ കഷ്ണം മേടിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല. എനിക്കൊക്കെ ഇനി മേടിച്ചു കൊടുക്കുകയില്ല. കാരണം ഇവർക്ക് സൗകര്യമില്ല. കാരണം ഇവർക്കൊക്കെ കൊടുത്ത ദൈവദോഷം എനിക്ക് കിട്ടും. വല്ല പാവങ്ങൾക്ക് കൊടുത്ത അത്രയും പുണ്യം കിട്ടും. ഞങ്ങളൊക്കെ പാവങ്ങളായിരുന്നു, ഞങ്ങൾക്ക് തരാറുണ്ട്. അല്ല ഈ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തരില്ല. തരില്ല എന്ന് വെച്ചാൽ തരില്ല. വേണ്ട മോനെ, നീ പാടറാ കേട്ടോ. ഇവരും ഇതൊക്കെ പറയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. ഒരു രാഗമാല കോർത്തു സഖി
Nice. സൂപ്പർ. ആര്യക്കുട്ട, എനിക്ക് ദേഷ്യം വരുന്നു. എന്താ പല്ലവി നീ വെച്ച് സ്പ്രിഞ്ചി, അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ ഹൈ ആയിട്ട് വരിക. വന്നപ്പോൾ നീ എന്താണ് പ്രഭാകരണം രാത്രിയിൽ ആ പോർഷൻ ചളങ്ങി, പിന്നെ സദാ തമസൻ അവിടെ ചളങ്ങി. അപ്പം ഞാൻ വെച്ച് പോട്ടെ, അടുത്ത ചരണത്തിൽ നീ കലക്കും. അതങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കുണ്ട് പറയാതലിഞ്ഞ ദേവി ഒരടി താഴെയാ ശ്രുതിന്ന്. എന്താണ് കാര്യം? എക്സ്പ്ലനേഷൻ പറയും. ഉഴപ്പുന്നുണ്ടോ? നോ. എനിക്കൊട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആര്യൻ ഉഴപ്പുന്നു എന്ന് കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടമേയല്ല. കാരണം അലയായി വരും വിചാരമെഴും മൗനചേതന എന്ന് പറഞ്ഞ് ഉഗ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പാടി. താങ്ക് യു. പല്ലവിയും അലയായി വരുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി ആവറേജ് ആയിട്ട് പാടിപ്പോയിട്ടുണ്ട്, ഭക്തി സാക്ഷിയായി. പക്ഷെ നിന്റെ ഇതല്ല എക്സ്പെക്ട് ചെയ്ത്. എന്ത് പറ്റിയത് പറ. സീരിയസ് ആയിട്ട് ഞാനിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചത് കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതോ സാധാരണ ശ്രുതിയിലൊക്കെ നീ പിടിച്ചാൽ നൂല് പിടിച്ച പോലെ നീ? എനിക്ക് വേണം മോൻ മുന്നേ പാടിയായിരുന്നു ഇതിന് മുന്നേ കുറെ പ്രാവശ്യം. ആ അപ്പൊ പാടിപ്പോ സ്ട്രെയിൻ ആയോ? ഇല്ല, അവന് എല്ലാം എത്ര ഹൈ ഉണ്ടെങ്കിലും ശരി കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഒന്നും കേൾക്കട്ടെ. പറയാതലിഞ്ഞു ദേവി ആ ചരണം ഒന്ന് പാടി. പറയാതറിഞ്ഞു ദേവി ഞാൻ നിൻരാഗവേദന. സൂപ്പർ. ആ നിൻരാഗവേദന. ഇങ്ങനാണോ പാടിയത്? അല്ലല്ലോ. ആ ഇനി അടുത്ത വരി. പറയാതറിഞ്ഞു ദേവി ഞാൻ നിൻരാഗവേദന. അവന് ഈ പോർഷൻ ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കണം കേട്ടോ. എനിക്ക് സങ്കടം വരുന്നു, സത്യം പറയാം. എന്നാ അലയായി വരും കൂടെ ഒന്ന് കേക്കട്ടെ. അല്ലേ അത് കഴിഞ്ഞിട്ട് അവൻ ഇത് പാടി അലയായി. പറയാതലിഞ്ഞ് അത് പാടി വന്നിട്ട് പാടും. പറയാതറിഞ്ഞു ദേവി ഞാൻ നിൻരാഗവേദന. ആഹാ. അലയായി വരും വിചാരമേഴും മൗനചേതന. സാബാഷ്. അലയായി വരും ആഹാ. വിചാരമേഴും ആഹാ. ആഹാ. മൗനചേതന. ആ ഇതാണ് വേണ്ടത്. അല്ല, എനിക്ക് വിഷമം വരുന്നു. ഞാൻ അത് ഇതാണ് ആദ്യമേ പറഞ്ഞത്. കാരണം നിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ നീ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് സന്തോഷമായി, പകുതി സന്തോഷമായി. കാരണം ഇത്രയും കഴിവുള്ളൊരു ചെറുക്കൻ ഇങ്ങനെ വിട്ടു പോകുമ്പോഴത്തേക്കും നമുക്ക് നിന്നെക്കാട്ടി വിഷമം, അല്ലെ നിന്റെ അമ്മയെക്കാട്ടിലും അച്ഛനെക്കാട്ടിലും, അല്ലെ ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെക്കാട്ടി വിഷമം ഞങ്ങൾക്കുണ്ട്. എനിക്ക് എൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയും. എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഇപ്പം എന്താ നീ പാടിയതിപ്പം? ആഹാ, മുട്ടായി അല്ല, അലുവയല്ല, ആ എക്സ്പ്രഷൻ, ദാറ്റ് ഫീൽ, ആ ശ്രുതി ശുദ്ധത, ഇതെല്ലാം എത്ര മനോഹരമായിരുന്നു. അടുത്ത തവണ വരുമ്പോൾ ഇതുപോലെ ഞാൻ മിന്നൂട്ടി ആ വടിയില്ലേ സീസൺ 1 ചൂരല്, അല്ല സീരിയസ് ആയിട്ട് പറയാം, ഞാൻ അതെടുത്ത് ഇവിടെ വയ്ക്കും. ഓൻ കറക്റ്റായിട്ട് പാടണം അടുത്ത പാട്ട് കേട്ടോ. ഇതെനിക്ക് അങ്കിളിന് വലിയ വിഷമമുണ്ട്. പല്ലവിയൊക്കെ നന്നായിരുന്നു, കുറേ ഭാഗങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഇപ്പൊ പാടിയത് ഓ വണ്ടർഫുൾ, നോ വേർഡ്സ്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.